വാർത്തകൾ വിശദമായി നോക്കാം. 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് DGPമാരായി സ്ഥാനക്കയറ്റം. കെ പത്മകുമാർ, ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവരെ DGPമാരാക്കി. പോലീസ് ആസ്ഥാനം ADGP ആയിരുന്ന പത്മകുമാറിനെ ജയിൽ വകുപ്പ് DGPയായി മാറ്റി നിയമിച്ചു. ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഫയർഫോഴ്സ് മേധാവിയാക്കി. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. VV വിനോദ്, വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ആണ് ഇപ്പോൾ പോലീസിൻ്റെ തലപ്പത്ത്, പ്രത്യേകിച്ച് സേനയുടെ തലപ്പത്തൊക്കെ നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? മനു, ഇന്ന് DGP റാങ്കിലെ 2 ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. ബി സന്ധ്യ, ആനന്ദകൃഷ്ണൻ എന്നീ DGP റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് വിരമിച്ചത്. ഇവർക്ക് പകരമായാണ് ADGP റാങ്കിലുണ്ടായിരുന്ന 2 പേരെ DGPമാരായി ഉയർത്തിയിട്ടുള്ളത്. ഇതിൽ പത്മകുമാർ പോലീസ് ആസ്ഥാനം ADGP ആയിരുന്നു. അദ്ദേഹത്തെ ജയിൽ വകുപ്പ് മേധാവിയായി ഉയർത്തി അവിടെ മാറ്റി നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഫയർഫോഴ്സ് മേധാവിയായി മാറ്റി നിയമിക്കുകയും ചെയ്തു. ഇത് സാധാരണ നിലയിൽ DGP റാങ്കിലുള്ളവരെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കാണ് ഇരുവർക്കുമുള്ള മാറ്റം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ജൂൺ അവസാനത്തോടുകൂടി ഇപ്പോഴത്തെ പോലീസ് മേധാവി അനിൽകാന്ത് വിരമിക്കും. ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 2 പേരുകളാണ് പത്മകുമാറിൻ്റേതും ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റേതും. മാത്രവുമല്ല, ഇവരെ കൂടാതെ മറ്റ് 6 പേർ കൂടി ഉൾപ്പെട്ട പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ നിന്നായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുക. ഇതിൽ തന്നെ പത്മകുമാറിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ബി സന്ധ്യയും ആനന്ദകൃഷ്ണനുമാണ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ചത്. സന്ധ്യ ഫയർഫോഴ്സ് മേധാവിയായിരുന്നു, ആനന്ദകൃഷ്ണൻ എക്സൈസ് മേധാവിയായിരുന്നു. ഈ സ്ഥാനങ്ങളിൽ നിന്നാണ് 2 പേരും പടിയിറങ്ങിയത്. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിലും പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണികളുണ്ടാകും. ഇപ്പോൾ ADGPമാരായിരുന്നവർ DGP ആയതോടുകൂടി ഈ തസ്തികകളിലേക്ക് പുതിയ ആളുകൾ വരും. അങ്ങനെ പോലീസ് തലപ്പത്ത് കാര്യമായ അഴിച്ചുപണി തന്നെ വരും ദിവസങ്ങളിൽ നടക്കും. മനു. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പോലീസിൻ്റെ തലപ്പത്ത് കൂടുതൽ അഴിച്ചുപണികൾ ഉണ്ടാകും എന്ന് VV വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നു. തെറ്റ് ചെയ്യാതെ പഴി കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ബി സന്ധ്യ. എങ്കിലും തനിക്ക് ലഭിച്ച ഓരോ അവസരവും അംഗീകാരമായി കാണുന്നുവെന്നും പോലീസിൻ്റെ യാത്രയായ പരേഡിൽ സന്ധ്യ പറഞ്ഞു. ഈ ജോലിയിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇത് ധൈര്യവും നട്ടലുമുള്ളവർക്ക് മാത്രം യോജിച്ച ജോലിയാണ്. പലപ്പോഴും സ്വജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. പോലീസ് സേനയിലെ മിക്ക ആളുകൾക്കും ഉണ്ടായ അനുഭവം തെറ്റു ചെയ്യാതെ പഴി കേൾക്കേണ്ടി വരിക എന്നത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ജോലിയോടനുബന്ധിച്ചുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും വളരെ വലുതായി അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇട്ട യൂണിഫോമിൽ 48 മണിക്കൂർ വരെ നിന്ന് പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ കഷ്ടപ്പെട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ പോലീസ് സർവീസ് എനിക്ക് നൽകിയ ഓരോ അവസരവും വിലമതിക്കാനാവാത്തതായി ഞാൻ കരുതുന്നു. പോലീസിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് എക്സൈസ് കമ്മീഷണർ S. ആനന്ദകൃഷ്ണൻ. ലഹരിയിൽ നിന്ന് പോലീസ് കുടുംബങ്ങൾ മുക്തമല്ലെന്നും DGP S. ആനന്ദകൃഷ്ണൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കിടയിലും ലഹരി മരുന്നിന് അടിമകളായവർ ഉണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് DGP ആനന്ദകൃഷ്ണന്റെ പരാമർശം. കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം, അപ്പോൾ അതിൽ നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം പലരുടെയും വ്യംഗ്യത്തിൽ ഉള്ളത്, അവിടെ നിന്ന് സേനാംഗങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തും ആ ഒരു അപകടം ഒഴിവാക്കണമായിരുന്നു എന്നതാണ്. അത് നമ്മളൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ഉത്തരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നം. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് കേസിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ ജില്ലാ കലക്ടറും പുൽപ്പള്ളി സഹകരണ ബാങ്ക് സെക്രട്ടറിയും 15 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അതേസമയം മുൻ ബാങ്ക് സെക്രട്ടറി രമാദേവിയെ അറസ്റ്റ് ചെയ്തു. രതീഷ് വാസുദേവന്റെ റിപ്പോർട്ടിലേക്ക്. വയനാട് പുൽപ്പള്ളിയിലെ ബാങ്ക് തട്ടിപ്പ് വിവാദത്തിൽ ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ബാങ്കും പരിസരങ്ങളും പുൽപ്പള്ളിയും ഒക്കെ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ബാങ്കിന്റെ മുൻ അധ്യക്ഷനും ഈ വിഷയത്തിൽ ആരോപിതനുമായ KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, അതുപോലെ തന്നെ ബാങ്കിന്റെ സെക്രട്ടറിയായ രമാദേവി ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10 പേർക്കെതിരെ വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്.
തുടങ്ങിയവയാണ് ഇന്ന് പ്രധാനപ്പെട്ട പുൽപ്പള്ളിയിലെ ബാങ്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്നലെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത രാജേന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും പ്രതിഷേധവുമായി ജനകീയ സമരസമിതി പുൽപ്പള്ളിയിലെത്തുകയും ചെയ്തു. പുൽപ്പള്ളിയിലെ ഈ കെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് പോയ സമരസമിതി പ്രവർത്തകരെയും മൃതദേഹവും വഹിച്ച് പ്രതിഷേധവുമായി കെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് പോയ സമരസമിതി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് ഈ സമരസമിതി പ്രവർത്തകർ ബാങ്കിന് മുമ്പിൽ മൃതദേഹവുമായി ദീർഘനേരം പ്രതിഷേധം നടത്തി. തുടർന്ന് ബത്തേരി തഹസിൽദാർ ഉൾപ്പെടെ എത്തി അവർക്ക് പ്രശ്നപരിഹാരം രേഖാമൂലം ഉറപ്പുകൊടുത്തതിനു ശേഷം മാത്രമാണ് അവർ പിരിഞ്ഞുപോയത്. എന്നാലും സമരം തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം 38 പേർക്കാണ് ഭവന വായ്പ തട്ടിപ്പിൽ പെട്ടതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ നടപടികൾ ഉണ്ടാവും. മാത്രവുമല്ല, ഇത് 2016-17 വർഷത്തെ മാത്രമാണ്. കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കുറഞ്ഞ ലാൻഡ് വാല്യൂ ഉള്ള ഭൂമിക്ക് വലിയ തലത്തിൽ വായ്പ നൽകിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നതെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ വലിയ വഴിത്തിരിവും ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വയനാട് പുൽപ്പള്ളിയിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് 18. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ജൂൺ 3-ന് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അടുത്ത മാസം 10 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇപ്പോഴും കേരളത്തിൽ വ്യാപകമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ ആരംഭിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളും മലപ്പുറം ജില്ലയും ചേർത്താണ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും ശക്തമായ മഴ സംസ്ഥാന വ്യാപകമായി ലഭിച്ചിരുന്നു. മഴ ഇതേ രീതിയിൽ തുടരാൻ സാധ്യതയുണ്ട്. 2 ദിവസം കൂടി മഴ തുടരും. അതിനുശേഷം ജൂൺ 4-ന് സംസ്ഥാനത്ത് മൺസൂൺ എത്തുമെന്നാണ് പ്രവചനം. മൺസൂൺ എത്തിയ ശേഷം വീണ്ടും അറബിക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദ സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ, അതായത് അടുത്ത 5 ദിവസം സാധാരണ പോലെ വേനൽ മഴയും അതിനുശേഷം മൺസൂൺ മഴയും ലഭിച്ചു തുടങ്ങും. എന്തായാലും മഴയുള്ള കാലാവസ്ഥയായിരിക്കും വരും ദിവസങ്ങളിൽ എന്ന് ചുരുക്കത്തിൽ പറയാം. അതേസമയം നിലവിൽ സംസ്ഥാനത്ത് കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തു നിന്നും മത്സ്യബന്ധനം പാടില്ല എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള വേനൽ മഴ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം കേരളം ട്രോളിംഗിലേക്ക് പോവുകയാണ്. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. അതായത് ജൂൺ 10 എന്ന് പറയുമ്പോൾ ജൂൺ 9 അർദ്ധരാത്രി മുതലാണ്. സ്വാഭാവികമായും ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. മോദി ശാസ്ത്രജ്ഞന്മാരെ വരെ ഉപദേശിക്കുന്നു. ദൈവത്തെക്കാൾ അറിവുള്ള ആളായി നടിക്കുന്നയാളാണ് മോദിയെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ രംഗത്തെത്തി. ഓരോ വിദേശയാത്രയിലും ഇന്ത്യയെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ശീലമാണെന്നായിരുന്നു അനുരാഗ് താക്കൂറിന്റെ പ്രതികരണം. 6 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തിയത്. ഇവിടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ശാസ്ത്രജ്ഞരെ പോലും ഉപദേശിക്കുന്ന തരത്തിലേക്ക് മോദി മാറി. ഒപ്പം തന്നെ ദൈവത്തെക്കാൾ അറിവുള്ള ആളാണ് താനെന്ന് വരുത്തിത്തീർക്കാനുള്ള തരത്തിലുള്ള ശ്രമങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ സൈനികരെ അടക്കം ഉപദേശിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നു. കൂടാതെ തന്നെ BJP-യിൽ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും അത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. And at the heart of it is mediocrity, that they actually don't understand anything. Because in life you cannot understand anything if you're not ready to listen. There's something, the biggest lesson I learned from Bharat Jodo Yatra, that there is something to learn from everybody. They don't believe in hating each other, they don't believe in killing each other. This is a small group of people who have got control of the system,
who've got control of the media, and who are fully supported by, big money. Right? But this is not the large mass of Indian people. എന്നാൽ ഇതിനെതിരെ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ രംഗത്ത് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതായത് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളിലെല്ലാം തന്നെ ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നു. അത് ചില അജണ്ടയുടെ ഭാഗമാണ്. ഒപ്പം തന്നെ ഈ സ്പോൺസേഡ് ആയിട്ടുള്ള ഈ വിദേശ യാത്രകളിൽ ആ ദിശയിലേക്ക് കാര്യങ്ങൾ ചൂണ്ടുന്നു എന്നുള്ള പ്രതികരണവും അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടിയും അനുരാഗ് ഠാക്കൂറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. राहुल गांधी जी की हर विदेश यात्रा भारत का अपमान करने में कहीं पीछे नहीं रहती और इस बार की प्रायोजित ये विदेश यात्रा भी उसी दिशा में है जहां वो अपमान तो प्रधानमंत्री मोदी जी का करना चाहते हैं, लेकिन अंत में देश का अपमान करने से नहीं हटते. पूर्व में भी आप देखें वो भारत को एक राष्ट्र ही नहीं मानते, वो तो राज्यों का संघ कहते हैं. അദാനി വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും നേർക്കുനേർ പോരാടിയതിന് പിന്നാലെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നു. അതിനെതിരെ കേന്ദ്ര നേതൃത്വവും രംഗത്ത് വരുമ്പോൾ പുതിയ ഒരു പോർമുഖത്തിന് കൂടിയാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പുതിയൊരു പോർമുഖത്തിന് കൂടിയാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയേറുന്നു. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ ഹസ്രമൂറിൽ നിന്ന് രവീന്ദ്ര സദനിലേക്ക് തൃണമൂൽ കോൺഗ്രസ് റാലി നടത്തി. ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കാത്ത സച്ചിൻ തെണ്ടുൽക്കർക്കെതിരെ പ്രക്ഷോഭം. മുംബൈ ബാന്ദ്രയിലെ സച്ചിൻ്റെ വസതിക്ക് മുന്നിൽ ബാനർ കെട്ടുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. വിവരങ്ങളുമായി കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. കിരൺ, ഗുസ്തി താരങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം ചെറിയൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായാണ് തോന്നുന്നത്. കാരണം അതിൽ പ്രതികരണങ്ങൾ പോലീസ് വന്നിരിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നു, വനിതാ കമ്മീഷന് റിപ്പോർട്ട് നൽകും, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. അനുരാഗ് താക്കൂറും പോലീസിൻ്റെ അന്വേഷണം പൂർണ്ണമാകാൻ വേണ്ടി ഗുസ്തി താരങ്ങൾ കാത്തിരിക്കണമെന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നു. എന്തു മനസ്സിലാക്കണം? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചകൾ ഉണ്ടായി തുടങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനുഭരത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി സമരം അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടും ഇന്നലെ രാജ്യം മുഴുവൻ വൈകാരികമായി ഗുസ്തി താരങ്ങൾ തങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായ ഒളിമ്പിക്സ് മെഡലുകളടക്കം ഗംഗയിൽ എറിയാൻ വേണ്ടി, ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി എത്തിയപ്പോൾ ആ രംഗത്തിന് ശേഷം വലിയ പ്രക്ഷോഭത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ രാജ്യവ്യാപകമായി തന്നെ ലഭിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഇതിനെയൊക്കെ തുടർന്നാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ എന്തായാലും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഡൽഹി പോലീസ് ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം തീരുന്നവരെ പ്രക്ഷോഭം നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അന്വേഷണം തീർന്ന ശേഷം മാത്രമേ പ്രക്ഷോഭത്തിലേക്ക് കടക്കാവൂ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ കായിക മേഖലയുടെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന നീക്കങ്ങളിലേക്ക് ഈ കായിക താരങ്ങൾ പോകരുത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഡൽഹി കോടതിക്ക് ഈ കേസ് സംബന്ധിച്ച് FIRന്റെ പകർപ്പും കേസ് സംബന്ധിച്ച വിവരങ്ങളും കൈമാറിയിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഗുസ്തി താരങ്ങൾ അവരുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലേക്ക് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരരൂപത്തിലേക്ക് അവർ മാറിയതോടുകൂടി എന്തായാലും ഇത് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിന് തൊട്ടു മുമ്പായി തന്നെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയോട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. രാജ്യത്ത് സ്ത്രീകളടക്കമുള്ള റെസ്ലിംഗ് താരങ്ങൾ ഇത്ര വലിയൊരു ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചിട്ട് അതിന് കൃത്യമായി പരിഹാരം കാണാതെ അല്ലെങ്കിൽ ബ്രിജ്ഭൂഷണെതിരെ നടപടിയെടുക്കാതെ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ മീനാക്ഷി ലേഖി ആ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളടക്കം ട്വീറ്റ് ചെയ്തു. ഇതിനുശേഷമാണ് അനുരാഗ് താക്കൂറിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണം വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ബ്രിജ്ഭൂഷന്റെ ഭാഗത്തു നിന്നും ഇന്ന് പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണങ്ങളിൽ ഒന്നെങ്കിലും തെളിയിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്, താൻ തൂങ്ങി മരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഗുസ്തി താരങ്ങളുടെ കയ്യിൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കട്ടെ, കോടതി തന്നെ ശിക്ഷിച്ചാൽ താൻ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ബ്രിജ്ഭൂഷൺ പ്രധാനമായും ഇന്ന് നടത്തിയത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ
ഭാരതീയ കിസാൻ യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിസാൻ യൂണിയന്റെ നേതാക്കളാണ് ഇന്നലെ നരേഷ് ടിക്കായത്ത് അടക്കമുള്ളവരാണ് ഇന്നലെ ഗുസ്തി താരങ്ങളെ പിന്തിരിപ്പിച്ചത്. അവർ അവസാന നിമിഷം ഈ മെഡലുമായി ഗംഗാതീരത്തിരിക്കുമ്പോൾ ഗംഗാതീരത്ത് ചെന്ന് ഇവർ ഇതിൽ ഈ മെഡലുകൾ ഗംഗയിലേക്ക് വലിച്ചെറിയരുത്, 5 ദിവസം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ഇതിന് പരിഹാരമുണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കിന്റെ പുറത്താണ്, ആ കർഷക സംഘടനാ നേതാക്കളുടെ വാക്കിന്റെ പുറത്താണ് അവർ ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. ഇനി വീണ്ടും നാളെ കാപ്പ് പഞ്ചായത്ത്, മഹാകാപ്പ് പഞ്ചായത്ത് കൂടിയാണ് ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ എല്ലാ ഖാപ്പ് പ്രതിനിധികളെയും വിളിച്ചുകൊണ്ട് നാളെയാണ് മഹാഖാപ്പ് പഞ്ചായത്ത് ചെയ്യുന്നത്. ഖാപ്പ് പഞ്ചായത്ത് നാളെ ചേർന്ന തുടർ സമരപരിപാടികൾ തീരുമാനിക്കുമെന്നും ഇന്ന് നരേഷ് ടിക്കായത്ത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുംബൈയിൽ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കാത്ത സച്ചിൻ ടെണ്ടുൽക്കറുടെ വീടിന് മുന്നിൽ ബാനർ കിട്ടുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ SFIയും DYFIയും ചേർന്നുകൊണ്ട് ജൂൺ 4-ന് രാജ്യവ്യാപകമായി ക്യാമ്പസുകളിൽ പ്രക്ഷോഭം നടത്തുമെന്നും പ്രക്ഷോഭത്തിന് തയ്യാറാണ്. കിരൺ ബാബുവാണ് റിപ്പോർട്ട് നൽകിയത്. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി നടൻ ടൊവിനോ തോമസ്. അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ചവരാണ് കായിക താരങ്ങൾ. ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളും വിജയത്തിൻ്റെ നിറം നൽകിയവർ. ആ പരിഗണനകൾ വേണ്ട. രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും അർഹിക്കുന്ന നീതി ഇവർക്ക് ലഭിക്കാതെ പോയിക്കൂടാ. എതിർപക്ഷത്ത് നിൽക്കുന്നവർ ശക്തരായതുകൊണ്ട് ഇവർ തഴയപ്പെട്ടുകൂടാ എന്നും ടൊവിനോ തോമസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. മണിപ്പൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആകാം എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. ആവശ്യമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണവും നടത്തുമെന്നും എന്നാൽ സൈന്യത്തെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും പിൻവലിക്കാൻ തയ്യാറല്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സമാധാനം മടങ്ങി വരുന്നതിൻ്റെ സൂചനയായാണ് ഇതിനെ കണക്കാക്കാനാവില്ല എന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFനും UDFനും ഒരേ പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. 9 വാർഡുകൾ വീതം LDFും UDFും ജയിച്ചു. ഒരു സീറ്റിൽ BJP ജയിച്ചു. LDFും UDFും 4 സീറ്റുകൾ വീതം പിടിച്ചെടുത്തു. ഐശ്വര്യ അനിലിൻ്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷിക ആഘോഷങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തിയ AI ക്യാമറ അടക്കമുള്ള അഴിമതി ആരോപണങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 76.51% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇന്ന് റിസൾട്ട് വരുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ LDFും UDFും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് വേണം നമുക്ക് ആ കണക്കുകൾ അതുതന്നെയാണ് പറയുന്നത്. ഇടതു പിന്തുണയുള്ള 2 സ്വതന്ത്രരടക്കം 9 ഇടങ്ങളിലാണ് LDF വിജയം സ്വന്തമാക്കിയത്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ 8ാം വാർഡിൽ AV ഗോപിനാഥന്റെ പിന്തുണയോടെ R ഭാനുരേഖ വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ കോൺഗ്രസിനോ ഒപ്പം തന്നെ CPIക്കോ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നതുകൂടി നമുക്കിവിടെ എടുത്തു പറയേണ്ടി വരും. കോഴിക്കോട് പുതുപ്പാടി കണലാട് വാർഡ് UDFിൽ നിന്നും ഒപ്പം എറണാകുളം നെല്ലിക്കുഴി 6ാം വാർഡും കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് തഴമേൽ വാർഡും BJPയിൽ നിന്നും CPM പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ കണക്കുകൾ വരുമ്പോൾ മനസ്സിലാക്കുന്നത്. മണിമല, മുക്കട, പാലക്കാട് ലക്കിടി, പേരൂർ, അകലൂർ ഈസ്റ്റ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഒപ്പം തന്നെ ചേർത്തല നഗരസഭ 11ാം വാർഡ് എന്നിവ ഈ LDF നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. മുതലമട പറയമ്പള്ളം വാർഡ്, കണ്ണൂർ ചെറുതാഴം പഞ്ചായത്ത് 16ാം വാർഡ് ഒപ്പം തന്നെ ഈ വാർഡുകളൊക്കെ തന്നെ UDF പിടിച്ചെടുക്കുകയും ചെയ്തു. കോട്ടയം നഗരസഭയിലെ പുത്തൻതോട്, കിളിമാനൂർ, അതായത് കോട്ടയം നഗരസഭയിലെ പുത്തൻതോട് അത് വളരെ നിർണായകമാണ്. കാരണം ഒരുപക്ഷെ കോട്ടയം നഗരസഭയുടെ ഭരണത്തെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സീറ്റാണ്. അവിടെ അത് UDF നിലനിർത്തുകയാണ് ഉണ്ടായത്. കിളിമാനൂർ പഴയ കുന്നുമേൽ അവിടെ കാനാറ വാർഡ്, പാലക്കാട് കരിമ്പ, കോഴിക്കോട് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ 7ാം വാർഡ് എന്നിവ UDF നിലനിർത്തി എന്നുള്ളതാണ്. പാലക്കാട് കാഞ്ഞിരപ്പുഴ കല്ലമല വാർഡ് LDFിൽ നിന്നും BJP പിടിച്ചെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 സിറ്റിംഗ് സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു. എന്തായാലും വളരെ നിർണായകമായൊരു ഉപതെരഞ്ഞെടുപ്പാണ്. നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത് നഗരസഭയിലായാലും ശരി, സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ശരി. ആ സാഹചര്യത്തിൽ LDFന്
വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ UDF ഇത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. മുട്ടയുടെ അടക്കമുള്ള ഇടങ്ങളിൽ, അതായത് തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ 1.5 വർഷമായി വലിയ ആരോപണങ്ങൾ നേരിടുന്നു. കത്ത് വിവാദമടക്കം നിലവിൽ വരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ CPM പ്രതിരോധത്തിലാകുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഈ മുട്ടയുടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ സീറ്റ് നിലനിർത്താനായത് വലിയ വിജയമായി തന്നെയാണ് LDF കാണുന്നത്. ഒപ്പം ഈ UDF പലയിടങ്ങളും, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ്, കോട്ടയം നഗരസഭയിലെ ഒരു വാർഡുമായി ബന്ധപ്പെട്ട്, അതായത് അവിടെ ഒരുപക്ഷെ ഇന്ന് ആ ജയം സ്വന്തമാക്കാനായിരുന്നില്ലെങ്കിൽ ആ ഭരണം തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയായിരുന്നു. എന്തായാലും ഈ വിജയം, അതായത് LDF ആയാലും BJP ആയാലും UDF ആയാലും അത് വലിയ വിജയമായി കാണുന്നു. അത് ഉയർത്തിക്കാട്ടി തന്നെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുന്നണികളുടെ തീരുമാനം. പ്രദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമുള്ള പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്ന് ഐശ്വര്യ അനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട്ടെ ഹോട്ടലുടമ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതികളായ ഷിബിലിയെയും ഫർഹാനെയെയും എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലും ഇലക്ട്രിക് കട്ടർ, ട്രോളി ബാഗുകൾ എന്നിവ വാങ്ങിയ കടകളിലും എത്തിച്ചായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. അതിനിടെ പ്രതികൾക്ക് നേരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി. സുവി വിശ്വനാഥൻ റിപ്പോർട്ട് നൽകും. ഹോട്ടലുടമയുടെ കൊലപാതക കേസിൽ സുപ്രധാനമായ തെളിവെടുപ്പാണ് ഇന്ന് അന്വേഷണ സംഘം കോഴിക്കോട് നടത്തിയത്. കോഴിക്കോട് 3 ഇടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. ആദ്യം അന്വേഷണ സംഘം പ്രതികളെ എത്തിച്ചത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഡിക്കാസ എന്നു പേരുള്ള ഹോട്ടലിലായിരുന്നു. ഇവിടെയാണ് ഹോട്ടൽ ഉടമ സിദ്ദിഖിന്റെ കൊലപാതകം നടന്നത്. ഫർസാനെയും ഷിബിലിയെയുമാണ് ഇവിടേക്ക് എത്തിച്ചത്. ആദ്യം ഷിബിലിയെ ഇറക്കി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പ്രധാനമായും എങ്ങനെയാണ് സിദ്ദിഖുമായി തർക്കമുണ്ടായത്, ഒപ്പം എങ്ങനെയാണ് സിദ്ദിഖിനെ കൊലപ്പെടുത്തിയത്, മൃതദേഹം വെട്ടി തുണ്ടമാക്കിയത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പ്രതികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. ഷിബിലിക്ക് ശേഷമാണ് ഫർസാനയെ തെളിവെടുപ്പിനായി ഈ ഹോട്ടലിന് അകത്തേക്ക് കൊണ്ടുപോയത്. G4 എന്ന് പറയുന്ന റൂമിലായിരുന്നു തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. ഫർസാനയും ഷിബിലിയും തമ്മിൽ മൊഴി വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്നായിരുന്നു അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നത്. അതിനുശേഷം ഏതായാലും ഈ പ്രതികളെ ഈ ഹോട്ടലിൽ എത്തിച്ചപ്പോൾ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം, നാട്ടുകാരുടെ ഒരു പ്രതിഷേധം പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രതികളെ എത്തിച്ചത്, ഈ പ്രതികളെയും കൊണ്ട് പോയത്, അതായത് ഷിബിലിയെ കൊണ്ടാണ് പിന്നീട് അന്വേഷണ സംഘം പോയത്. ഷിബിലിയെ കൊണ്ടുപോയത് ഇലക്ട്രിക് കട്ടർ വാങ്ങിയ കടയിലേക്കായിരുന്നു. കോഴിക്കോട് പാളയത്തിന് സമീപം പുഷ്പ ജംഗ്ഷന് സമീപത്തായിരുന്നു ഇലക്ട്രിക് കട്ടർ വാങ്ങിയ കട. അവിടെ എത്തി ഈ കടയുടമയും ഈ ഇലക്ട്രിക് കട്ടർ വിൽപ്പന നടത്തിയ ജീവനക്കാരനും ഈ ഷിബിലിയെ തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ഈ ട്രോളി ബാഗ് വാങ്ങിയ കടയിൽ ഷിബിലിയെ എത്തിച്ചു. SM സ്ട്രീറ്റിലായിരുന്നു ഈ ട്രോളി ബാഗ് വാങ്ങിയത്. SM സ്ട്രീറ്റിൽ ഒരു മലബാർ ഫുട്വെയർ എന്നു പേരുള്ള കടയിൽ നിന്നാണ് ഈ ട്രോളി ബാഗ് വാങ്ങിയത്. 2 തവണ ഇവർ അവിടെ എത്തിയിരുന്നു. ഒന്ന് 18-ാം തീയതി കൊലപാതകം കഴിഞ്ഞ ശേഷം, അന്ന് ഫർസാനയും ആഷിഖും ഷിബിലിയും അവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഒരു വലിയ ട്രോളി ബാഗ് വാങ്ങിപ്പോയി. എന്നാൽ 19-ാം തീയതി, അതായത് ഈ ഒരു ട്രോളി ബാഗ് കൊണ്ട് അവരുടെ ആവശ്യം നടക്കില്ല, അതായത് മൃതശരീരം കയറ്റാൻ പറ്റില്ല എന്ന് ബോധ്യമായതിനെ തുടർന്ന് മറ്റൊരു ട്രോളി ബാഗ് കൂടെ ഷിബിലി 19-ാം തീയതി ഈ ട്രോളി ബാഗ് കൂടെ വാങ്ങി മടങ്ങിയിരുന്നു. അവിടെയെല്ലാമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഒപ്പം ഈ ATM കാർഡ്, പണം വിഡ്രോ ചെയ്ത ATM കാർഡും ഷിബിലി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നന്ദി സുവി വിശ്വനാഥൻ. ഡൽഹിയിലെ PFI അനുകൂല സംഘടനകളെ സഹായിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ തേടി NIA സംഘം കേരളത്തിൽ. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം കൊച്ചി NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും പുലർച്ചെ മുതൽ തുടങ്ങിയ മിന്നൽ പരിശോധനകളുടെ ഭാഗമായി സംസ്ഥാനത്ത് 5 ഇടങ്ങളിലായി ഇരുന്ന കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത പരിശോധന. ന്യൂസ് 18 ഇൻസൈഡ് സ്കൂപ്പ്. ഡൽഹിയിലെ PFI അനുകൂല സംഘടനകൾക്ക് ഹവാല ഇടപാടിലൂടെ സഹായം ചെയ്തു നൽകിയ കേരളത്തിലെ സ്രോതസ്സുകൾ തേടിയാണ് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം കേരള പോലീസിന്റെ സഹായത്തോടെ 5 ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തിയത്. പുലർച്ചെ 4:30 കേരള പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ റെയ്ഡ് ഉച്ചയോടെ അവസാനിച്ചു. മലപ്പുറത്ത് 2ഉം കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളിലുമായിരുന്നു പരിശോധന. തിരുവനന്തപുരത്ത് NIA റെയ്ഡ് നടത്തിയത് ടെക്നോ പാർക്ക് ജീവനക്കാരന്റെ വസതിയിലാണ്.
ചിറയൻകീഴ് സ്വദേശിയായ മുഹമ്മദ് ഷിയാസിന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയ അന്വേഷണ സംഘം PFI അനുകൂല സംഘടനകൾക്ക് IT പ്രൊഫഷണൽ ആയ ഷിയാസ് ചെയ്ത് നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തു. ഇതിനു പുറമെ സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയിൽ ഹവാല ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തതായാണ് ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ RC31/2022 കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ മിന്നൽ പരിശോധന. സേവന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ കേരളത്തിലേക്ക് വിദേശത്തു നിന്നും അനധികൃതമായി എത്തുന്ന വൻ സാമ്പത്തിക സംഭാവനകൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായുള്ള സൂചനകളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എറണാകുളം ആലുവയിൽ മദ്യപിച്ച അക്രമി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കട അടിച്ചു തകർത്തു. ഇരുമ്പുവടിയുമായി കുപ്പിയിൽ മണ്ണെണ്ണ കത്തിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് കട തല്ലി തകർത്തത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കൂടുതൽ വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത്? ഈ മദ്യപിച്ച് ബോധം പോയി ഈ അക്രമം നടത്തുകയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? മനു, ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കായനാട്ട് റോബിൻ എന്നയാളുടെ C-ക്ലാസ് നിലവാരത്തിലുള്ള ഒരു കടയിലാണ് ഇരുമ്പ് വടിയുമായി എത്തിയ ആക്രമി വലിയ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിട്ടത്. ഈ സംഭവത്തിന് മുന്നിൽ യാതൊരു പ്രകോപനവും ഇല്ല എന്നാണ് ആ കടയിലെ ജീവനക്കാരൻ പറയുന്നത്. കടയുടെ ഭാഗത്തേക്ക് എത്തുകയും കടയിലെ മിഠായി ബന്ധികളും വ്യാസവും അടിച്ച് തകർക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മണ്ണെണ്ണ നിറച്ച കുപ്പി വലിച്ചെറിഞ്ഞ് കടയ്ക്ക് തീ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് കത്തിപ്പറന്നില്ല എന്നത് ആശ്വാസമായി. എന്താണ് ഇതിന്റെ പിന്നിലെ പ്രകോപനമെന്ന് ഇനിയും പോലീസിന് ഒപ്പം കട ഉടമത്തിൽ പിടികിട്ടിയിട്ടുണ്ട്. എന്തായാലും CCTV അടക്കം പരിശോധിച്ച് ആരാണ് ഈ അക്രമം നടത്തിയ ആൾ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിലവിൽ ഇയാളെ കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ സ്ഥിരം ഒരു ആക്രമണയാണെന്നും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പലവട്ടം അക്രമം നടത്തിയിട്ടുമുണ്ട് എന്നൊക്കെ കച്ചവടക്കാർ പറയുന്നത്. പക്ഷെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആലുവ നഗരത്തിൽ അടുത്തിടെയായി പലതവണ ഇത്തരത്തിൽ കടകൾക്ക് നേരെയും മറ്റുമൊക്കെയുള്ള അതിക്രമം നടക്കുന്നു എന്നാണ് ഈ വ്യാപാരികളുടെ പരാതി. എന്നാൽ പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അനീഷ്, ആലുവയിൽ മദ്യപിച്ചെത്തിയ അക്രമി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കട അടിച്ചു തകർത്തു. അതിൻ്റെ വിശദാംശങ്ങളാണ് അനീഷ് നൽകിയത്. വലിയ ഭീകരാന്തരീക്ഷവും ഇയാൾ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. വാർത്തകൾ തുടരുന്നു. സ്കൂളുകൾ നാളെ തുറക്കും. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണിയിൽ തിരക്കേറി. അവസാനവട്ട സ്കൂൾ സാമഗ്രികൾ വാങ്ങാൻ കുട്ടികൾ അടക്കമുള്ളവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുത്തനുടുപ്പ്, ബാഗ്, വാട്ടർ ബോട്ടിൽ അങ്ങനെ വാങ്ങാൻ കുറച്ചധികമുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും അവസാനവട്ട ഒരുക്കത്തിലാണ്. കടകളിൽ 1 മാസമായി തുടരുന്ന തിരക്കിന്റെ കൊട്ടിക്കലാശം. ബാഗ് വാങ്ങി, കുട വാങ്ങി, ബോസ് വാങ്ങി, വെള്ളം കുപ്പി വാങ്ങി, വാട്ടർ ബോട്ടില്, ബാഗ്, കുട, പെൻസില്, സ്കെയില്, പിന്നെ കുറെ സാധനങ്ങൾ. ബാഗ്, സ്കൂളിൽ പോകും. സ്കൂളിൽ പോകാനാണ്. ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടി എക്സൈറ്റഡ്. ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? ഇംഗ്ലീഷ്. കൂട്ടുകാർക്കായി ഒരു പാട്ടും കരുതി വെച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. മേലെ മേലെ മാനം
മനം നീലെ മഞ്ഞിൽ കൂട്ടാറ് അതിരാരോ ആരാരോ എനിക്കറിയാം. വിലക്കയറ്റം കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ചതിൽ പരിഭവം മറച്ചുവെച്ചിട്ടില്ല മാതാപിതാക്കൾ. എന്നാലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബാഗും ബുക്കും വാങ്ങി. കുഴപ്പമില്ല, സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും പരമാവധി എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും വാങ്ങുന്നത്. കടയിലെന്ന് വെച്ചാൽ അധികം പൈസ കൂടുതലും, പിന്നെ നമ്മളെപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ബുക്സ് എല്ലാം നേരത്തെ വാങ്ങിച്ചു, ഇനിയിപ്പോൾ ബാഗ് വാങ്ങിക്കണം, പിന്നെ ബോക്സ് വാങ്ങിക്കണം. അങ്ങനെ അതിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ ജോലി തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം ഫ്രീ ആയിട്ട് ഇതിനു വേണ്ടി ടൈം കണ്ടെത്തി വലിയ വില മൊത്തത്തിൽ കൂടുതലാണ്, സ്ഥലം കൂടുതലാണ്. വിദേശ റേറ്റല്ല, എല്ലാത്തിനും വില കൂടുതലാണ്. ഇവിടെ വിലക്കുറവുണ്ടാവും എന്ന് ഓർത്താണ് വന്നത്, പക്ഷേ എല്ലായിടത്തും സെയിം ആണെന്ന് തോന്നുന്നു. കുറവാണെന്ന് കരുതി പ്രതീക്ഷിച്ച് വന്നതാണ്, കൂടുതലാണ്. പറ്റത്തില്ല, സ്കൂൾ തുറക്കാൻ പോവല്ലേ, നമുക്ക് അത്യാവശ്യമുള്ള സാധനം വേണം, അതുകൊണ്ട് വന്നു. കോവിഡിന് മുൻപുള്ള തിരക്ക് ഇപ്പോൾ ഇല്ലെന്നാണ് കച്ചവടക്കാരുടെ അഭിപ്രായം. വിലക്കയറ്റം പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. വില കൂടിയത് ബാധിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് വില കുറഞ്ഞ സ്കൂൾ ബാഗുകളും സ്കൂൾ ഷൂസുകളൊക്കെയാണ്. വില കൂടിയതൊന്നും ആയിരിക്കും വേണ്ട. എല്ലാവർക്കും റീസണബിൾ റേറ്റുള്ള സ്കൂൾ ഷൂസ്, കുറഞ്ഞ സ്കൂൾ ബാഗുകൾ, അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ വിൽക്കുന്നത്. വില കൂടിയാലും ആൾക്കാർ സാധനങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്. ഒരു മീഡിയം റേറ്റിൻ്റെയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ വില കൂടിയത് എടുക്കുന്നവരുണ്ട്, കൂടുതൽ ആൾക്കാരുണ്ട്. വേനലവധിക്കാലം ദേ പോയി എന്ന സങ്കടം ചിലർക്കുണ്ടെങ്കിലും പുത്തനുടുപ്പും ബാഗും ഇട്ട് നാളെ സ്കൂളിലെത്തി കൂട്ടുകാരെ കാണാനുള്ള കാത്തിരിപ്പിലാണ് കുരുന്നുകൾ. നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി. വിദ്യാഭ്യാസ വായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. സിബിൽ സ്കോർ കുറവാണ് എന്ന പേരിൽ അവരുടെ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കരുതെന്നും വിദ്യാർത്ഥികൾ നാളെ ഈ നാടിനെ നയിക്കേണ്ടവരാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. പിതാവിൻ്റെ സിബിൽ സ്കോർ കുറവാണെന്ന പേരിൽ ബാങ്ക് അധികൃതർ വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചത് ചോദ്യം ചെയ്ത് ഭോപ്പാലിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആലുവ സ്വദേശി നോയൽ പോൾ ഫെഡറിക് നൽകിയ ഹർജിയിലാണ് കോടതി ഈ തീരുമാനം വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ വായ്പയായി ഹർജിക്കാരന് 4.07 ലക്ഷം രൂപ നൽകാൻ SBIക്ക് കോടതി നിർദ്ദേശം നൽകി. അരിക്കൊമ്പന് ചികിത്സയും സംരക്ഷണവും ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട ഹർജി ഹൈക്കോടതി തള്ളി. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് നൽകിയ ഹർജിയാണ് തള്ളിയത്. കൊമ്പനെ തമിഴ്നാട്ടിലെ ഉൾക്കാട്ടിലേക്ക് തമിഴ്നാട് വനം വകുപ്പ് വിട്ടുകൊള്ളുമെന്ന് ഹർജി പരിഗണിക്കവേ കോടതി വ്യക്തമാക്കി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് തമിഴ്നാട്ടിലെ വിഷയത്തിൽ എന്ത് കാര്യമെന്നും കോടതി ചോദിച്ചു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഗോവയിൽ മദ്യനയം പഠിക്കാൻ സംഘത്തെ അയക്കണമെന്ന നിർദ്ദേശവുമായി നികുതി വകുപ്പ്. ഇക്കാര്യത്തിൽ അഭിപ്രായം തേടി എക്സൈസ് വകുപ്പിന് നികുതി വകുപ്പ് കത്തയച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട് ഒന്നും കത്തി നശിച്ചിട്ടില്ലെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമഗ്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചതായും ആരോഗ്യമന്ത്രി. കെ ഫോണിന്റെ ഉദ്ഘാടനത്തിന് 4.35 കോടി ചെലവിടുന്നത് ദൂർത്തെന്ന് VD സതീശൻ. സർക്കാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഈ ദൂർത്തെന്നും സതീശൻ. ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 25 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം KMSCCL തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ച എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രഞ്ജിത്തിന്റെ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രമുഖ ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായ ഡോക്ടർ വെള്ളയാണി അർജുനൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു. പത്മശ്രീ പുരസ്കാര ജേതാവാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മഞ്ചുമലയിൽ അനിത, വസന്തമാല എന്നിവർക്കാണ് പരിക്കേറ്റത്. INS വിക്രാന്തിന് ചരിത്ര നിമിഷം. MH-60R ഹെലികോപ്റ്റർ ആദ്യമായി വിക്രാന്തിൽ ലാൻഡിംഗ് നടത്തി. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്.
ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5585 രൂപ, പവന് 44,680 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3692 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നന്ദി. ഒരു ഇടവേളയ്ക്ക് ശേഷം ടോപ്പ് 18നുമായി കിരൺ ബാബു എത്തും. നന്ദി.